Hi students, welcome to online video session about intensifier and accumulator. ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കോമ്പണന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കോമ്പണന്റുകളാണ് ഇന്റൻസിഫയർ അതേപോലെ തന്നെ അക്യുമുലേറ്റർ. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹൈഡ്രോളിക് ഇന്റൻസിഫയർ എന്താണ്? ഹൈഡ്രോളിക് ഇന്റൻസിഫയർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഇന്റൻസിഫയർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രഷർ ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം ടു എ വാല്യൂ എബവ് ദ പമ്പ് ഡിസ്ചാർജ് പ്രഷർ. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പമ്പിന്റെ പണി എന്താണ്? ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ റിസർവോയറിൽ നിന്ന് നമ്മുടെ ഫ്ലൂയിഡിനെ വലിച്ചെടുക്കുകയും പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുക. ആ പ്രഷർ മതിയാവാത്ത സമയങ്ങളിൽ, ആ പ്രഷറിനേക്കാൾ കൂടുതൽ, പമ്പ് നൽകുന്ന പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ ആവശ്യമായ സമയങ്ങളിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തില് ഒരു അഡീഷണൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയാണ് ഹൈഡ്രോളിക് ഇന്റൻസിഫയറിന്റെ പ്രധാന കർത്തവ്യം. അതായത് പമ്പ് നൽകുന്ന പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ആവശ്യമായി വരുന്ന സമയങ്ങളിൽ അത്തരത്തിൽ കൂടുതൽ പ്രഷർ, പമ്പിനേക്കാൾ കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് ഇന്റൻസിഫയർ. ഹൈഡ്രോളിക് ഇന്റൻസിഫയറിന്റെ പ്രധാനപ്പെട്ട കോമ്പണന്റുകൾ: The intensifier consists of a fixed ram surrounded by a hollow sliding cylinder or provided with a low pressure fluid. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്റൻസിഫയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫിക്സഡ് റാം, രണ്ട് സ്ലൈഡിംഗ് റാം, മൂന്ന് ഫിക്സഡ് സിലിണ്ടർ. അപ്പൊ ഒന്നും കൂടി പറയാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിക്സഡ് സിലിണ്ടർ, രണ്ട് സ്ലൈഡിംഗ് റാം അല്ലെങ്കിൽ സ്ലൈഡിംഗ് സിലിണ്ടർ, മൂന്ന് ഫിക്സഡ് സിലിണ്ടർ. പിന്നെ വാൽവുകൾ: വാൽവ് എ, വാൽവ് ബി, വാൽവ് സി ആൻഡ് വാൽവ് ഡി. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? ഞാൻ നേരത്തെ പറഞ്ഞു, പമ്പിൽ നിന്ന് വരുന്ന പ്രഷർ മതിയാവാതെ കൂടുതൽ പ്രഷർ വേണ്ട സമയങ്ങളിലാണ് ഇന്റൻസിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ നോക്കാം. ആദ്യം വാൽവ് ബി ഓപ്പൺ ആൻഡ് വാൽവ് ഡി ഓപ്പൺ ആണെന്ന് വിചാരിക്കാം. അപ്പൊ വാൽവ് ബിയും ഡിയും ഓപ്പൺ ആണ്. അതേസമയം വാൽവ് സി ക്ലോസ് ആണ്, വാൽവ് എ ക്ലോസ് ആണ്. അപ്പൊ ലോ പ്രഷർ ഫ്ലൂയിഡ് വാൽവ് സിയിലൂടെ അകത്തേക്ക് വരും. കുറച്ചധികം ഫ്ലൂയിഡ്, ലോ പ്രഷർ ഫ്ലൂയിഡ് വാൽവ് സിയിലൂടെ അകത്തേക്ക് വരും. ഇങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ വാൽവ് സിയിലൂടെ വന്ന ലോ പ്രഷർ ഫ്ലൂയിഡ് എല്ലാം കൂടി എന്ത് ചെയ്യും? ഈ സ്ലൈഡിംഗ് റാമിലേക്ക് പ്രഷർ കൊടുക്കും. സ്വാഭാവികമായിട്ടും ഈ സ്ലൈഡിംഗ് റാം എന്ത് ചെയ്യും? താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യും. അങ്ങനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ഇതിലൂടെ താഴേക്ക് വരും. എന്നിട്ട് നമ്മുടെ മെഷീൻ പാർട്ടിലേക്ക് പോകും. അപ്പോൾ കുറച്ചധികം പ്രഷർ അധികം കിട്ടി. ഇങ്ങനെയാണ് ഒരു സൈക്കിളിൽ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത സൈക്കിളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ വാൽവ് ബി ക്ലോസ് ചെയ്യുക, വാൽവ് ബി ക്ലോസ് ചെയ്യുക, വാൽവ് ഡി ക്ലോസ് ചെയ്യുക. അതേസമയം വാൽവ് എ ഓപ്പൺ ചെയ്യുക, വാൽവ് സി ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്നും ലോ പ്രഷർ, അടുത്തതിൽ ലോ പ്രഷർ സപ്ലൈ ഇതിലൂടെ കയറി നിൽക്കും. കുറച്ചധികം ഫ്ലൂയിഡ് കയറുന്നത് കാരണം
ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ സ്ലൈഡിംഗ് റാമിനെ മുകളിലേക്ക് തള്ളും. അങ്ങനെ മുകളിലേക്ക് തള്ളുന്ന സമയത്ത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് പ്രഷറൈസ് ആവുകയും മുകളിലേക്ക് തള്ളുന്നത് കാരണം പ്രഷറൈസ് ആവുകയും നമ്മുടെ ഈ വാൽവ് സി തുറന്നത് കാരണം ഇതിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഹൈ പ്രഷർ ഫ്ലൂയിഡായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൂയിഡ് പമ്പിലേക്കാൾ കൂടുതൽ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് 2-sided ഹൈഡ്രോളിക് ഇന്റൻസിഫയർ ആണ്. ആദ്യത്തെ സൈക്കിളിൽ സംഭവിക്കുന്നത് എന്താണ്, ഈ വാൽവ് ഓപ്പൺ ആവുകയും വാൽവ് ബി ഓപ്പൺ ആവുകയും വാൽവ് ബി ഓപ്പൺ ആവുകയും അതേപോലെ തന്നെ വാൽവ് ഡി ഓപ്പൺ ആവുകയും ചെയ്യും. ഇത് രണ്ടും ക്ലോസ് ആണ്. അപ്പോൾ ഫ്ലൂയിഡ് ഇതിലൂടെ വരികയും നമ്മളെ സ്ലൈഡിംഗ് റാമിനെ താഴേക്ക് തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ സ്ലൈഡിംഗ് റാം താഴേക്ക് തള്ളുമ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡ് പ്രഷറൈസ് ആയി ഇതിലൂടെ പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ സൈക്കിളിൽ നേരെ തിരിച്ചടുത്ത സൈക്കിളിൽ സംഭവിക്കുന്നത് വാൽവ് എ ഓപ്പൺ ചെയ്യുകയും വാൽവ് സി ഓപ്പൺ ചെയ്യുകയും ഇത് രണ്ടും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലോ പ്രഷർ ഫ്ലൂയിഡ് ഇതിലൂടെ അകത്തേക്ക് കയറുന്നു. അധികം ഫ്ലൂയിഡ് അകത്തേക്ക് കയറുന്ന സമയത്ത് സ്ലൈഡിംഗ് റാമിനെ മുകളിലേക്ക് തള്ളുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് പ്രഷറൈസ് ആവുകയും ഇതിലൂടെ പുറത്തേക്ക് പ്രഷറൈസ് ചെയ്ത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ഇന്റൻസിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ ലിക്വിഡ് അണ്ടർ ലോ പ്രഷർ presses the sliding ram on the top, thus forcing it down to fixed ram. The downward movement of the sliding ram increases the intensity of pressure of liquid in the sliding ram. അങ്ങനെ താഴേക്ക് വരുമ്പോൾ സ്ലൈഡിംഗ് റാം താഴേക്ക് വരുമ്പോൾ സ്ലൈഡിംഗ് റാമിന്റെ താഴെയുള്ള ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യുകയും അങ്ങനെ ഫ്ലൂയിഡിന്റെ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ കൂടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ഇന്റൻസിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഹൈഡ്രോളിക് ഇന്റൻസിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് പമ്പിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ആവശ്യമുള്ള സമയത്ത് അങ്ങനെ പ്രഷർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് ഇന്റൻസിഫയർ. ഇനി അടുത്തത് മാറിപ്പോകരുത്, അടുത്ത ഒരു ഉപകരണമാണ് അക്യുമുലേറ്റർ. എന്താണ് അക്യുമുലേറ്റർ? An accumulator is a device that store potential energy of an incompressible fluid by means of either gravity, mechanical spring or compressed gas. അപ്പൊ അക്യുമുലേറ്റർ ഇസ് എ ഡിവൈസ്. അക്യുമുലേറ്റർ ഒരു ഡിവൈസ് ആണ് ദാറ്റ് സ്റ്റോർ പൊട്ടൻഷ്യൽ എനർജി. എന്താ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജി സ്റ്റോറേജ് ആണ് അക്യുമുലേറ്ററിന്റെ പണി. എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക, അതൊരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അക്യുമുലേറ്ററിലേക്ക് കൊടുക്കുക. ഇതാണ് അക്യുമുലേറ്ററിലേക്കല്ല, ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് അക്യുമുലേറ്റർ. Accumulator can store and release a quantity at required system pressure. അക്യുമുലേറ്റർ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതേപോലെ റിലീസ് ചെയ്യുന്നുണ്ട്. എന്ത്? എ ക്വാണ്ടിറ്റി അറ്റ് റിക്വയർഡ് സിസ്റ്റം പ്രഷർ. There are basic type of accumulators are used in hydraulic system: weight loaded or gravity type, spring loaded type, gas loaded type. ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്. വെയിറ്റ് ലോഡഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ടൈപ്പ്, സ്പ്രിംഗ് ലോഡഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഗ്യാസ് ലോഡഡ്. അപ്പൊ അക്യുമുലേറ്ററും ഇന്റൻസിഫയറും തമ്മിൽ മാറിപ്പോകരുത്. ഇന്റൻസിഫയർ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റിലീസ് ആവശ്യമുള്ള സമയത്ത് റിലീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഉപകരണമാണ് അക്യുമുലേറ്റർ. രണ്ടും മാറിപ്പോകരുത്. വെയിറ്റ് ലോഡഡ് അക്യുമുലേറ്റർ. എന്താ വെയിറ്റ് ലോഡഡ് അക്യുമുലേറ്റർ? ഒരു ഡെഡ് വെയിറ്റ് ഉപയോഗിച്ചിട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്ലൂയിഡ് പോർട്ട് ഇതാണ്. ഫ്ലൂയിഡ് പോർട്ട് എന്ന് പറയുന്നത്
ഫ്ലൂയിഡ് പോർട്ട്, ഇവിടെയാണ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റമാണിത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, അതേപോലെ തന്നെ ആ ലൈന് ഇങ്ങനെ അങ്ങോട്ടും പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അക്യുമുലേറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, കുറച്ച് ഫ്ലൂയിഡ് ഇവിടെ സ്റ്റോർ ചെയ്ത് നിർത്തും. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ആവശ്യമുള്ള സമയത്ത്, ഒന്നും കൂടി കാണിക്കാം. ഇത് നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഫ്ലൂയിഡിനെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഡെഡ് വെയിറ്റിൽ നമ്മളിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ വെയിറ്റ് കൊണ്ട് ആ ലെവലിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രഷർ കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഇവിടെ പ്രഷർ കുറഞ്ഞു. ഇപ്പം നിലവിലെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രഷർ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഇതിങ്ങനെ നിലനിൽക്കും. ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ ഡെഡ് വെയിറ്റ് താഴേക്ക് വരും. അങ്ങനെ ഇവിടെ പ്രഷർ കൂടിയിട്ട് പുറത്തേക്ക് പോകും. അപ്പം അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ഇത് നോർമൽ സിസ്റ്റം ഹൈഡ്രോളിക് അക്യുമുലേറ്റർ ഒരു ലൈനാണ്, നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഒരു ലൈനാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഈ ഫ്ലൂയിഡ് പ്രഷർ കൊണ്ട് തന്നെയാണ് നമ്മൾ സിറിഞ്ചൊക്കെ മുകളിലേക്ക് വലിക്കുന്നത്, അതേപോലെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് പ്രഷർ ഉള്ളത് കാരണം ആ ഒരു വെയിറ്റ് അങ്ങനെ നിൽക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെയുള്ള പ്രഷർ കുറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലൂയിഡ് നേരെ ഈ സിസ്റ്റത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ പ്രഷർ കൂടി. ഇനി രണ്ടാമത് ഇവിടെ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഡെഡ് വെയിറ്റിന്റെ മുകളിലേക്ക് നീങ്ങിയിട്ട് അവിടെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സ്റ്റോർ ചെയ്ത ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇതാണ് ഡെഡ് വെയിറ്റ് ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഡെഡ് വെയിറ്റ് ഹൈഡ്രോളിക് accumulator. This type consists of a heavy wall steel cylinder which incorporates a piston with packing prevent leakage. A dead weight is attached to the top of the piston. ഒരു പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റൺ ആണ് താഴേക്ക് വരുന്നത്. ആ പിസ്റ്റന്റെ മുകളിൽ എന്തുണ്ട്, ഒരു ഡെഡ് വെയിറ്റ് ഉണ്ട്. The force of gravity of dead weight provides the potential energy in the accumulator. അപ്പോൾ the force of gravity of dead weight provides the potential energy. ആ വെയിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് കൊണ്ട് ഗ്രാവിറ്റി കൊണ്ട് താഴേക്ക് വരുന്നു. അതാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അക്യുമുലേറ്റർ ക്രിയേറ്റ്സ് കോൺസ്റ്റന്റ് ഫ്ലൂയിഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ഫുൾ വോളിയം. അതൊരു കോൺസ്റ്റന്റ് ഫ്ലൂയിഡ് പ്രഷർ ഇത് കാരണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The main disadvantages of accumulator is its extremely large size and heavy weight. ഇത്തരം ഹെവി വെയിറ്റ് ഒക്കെ ഉള്ളത് കാരണം സൈസ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. which makes it suitable for mobile equipments. അതൊരു അൺസ്യൂട്ടബിൾ ആണ്, which makes it unsuitable for mobile equipments. ഇങ്ങനത്തെ മൊബൈൽ എക്യുപ്മെന്റ്സിലൊക്കെ അത് അൺസ്യൂട്ട് ആണ്. അടുത്ത സ്പ്രിംഗ് ലോഡഡ് അക്യുമുലേറ്റർ. ഇപ്പൊ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് സ്പ്രിംഗ് ലോഡഡ് അക്യുമുലേറ്റർ. ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റം ലൈൻ ആണെങ്കിൽ ആ സിസ്റ്റത്തിലെ ഒരു പോർഷനിലാണ് നമ്മൾ ഈ അക്യുമുലേറ്റർ വെച്ചത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രിംഗ് ലോഡഡ് ആയിട്ട് നമ്മൾ ഇതും പിസ്റ്റൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിസ്റ്റൺ ശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യമുള്ള സമയങ്ങൾ എപ്പോഴാണോ സ്പ്രിംഗ് താഴേക്ക് വരാൻ ആവശ്യമായ പ്രഷർ റെഡ്യൂസ് ഉണ്ടാകുന്നു, അപ്പം താഴേക്ക് വരികയും നമുക്ക് ആവശ്യമായ ഒരു പ്രഷർ എനർജി സംഭാവന ചെയ്യുകയും ചെയ്യുന്നത്. സിമിലർ ടു വെയിറ്റ് ലോഡർ ടൈപ്പ് എക്സെപ്റ്റ് ദ പിസ്റ്റൺ ഈസ് പ്രീലോഡഡ്. അവിടെയാണ് പ്രശ്നം. പിസ്റ്റൺ ഈസ് പ്രീലോഡഡ് വിത്ത് സ്പ്രിംഗ്. അതൊരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. ദ കംപ്രസ്ഡ് സ്പ്രിംഗ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ദാറ്റ് ആക്ട് അഗെയിൻസ്റ്റ് ദ പിസ്റ്റൺ ഫോഴ്സിംഗ് ദ ഫ്ലൂയിഡ് ഇൻ ടു ഹൈഡ്രോളിക് സിസ്റ്റം ടു ഡ്രൈവ് ആൻ അക്യുമുലേറ്റർ.
The pressure generated by this type of accumulator depends upon the size and preloading of spring. അപ്പോൾ അതിൻ്റെ പ്രഷർ എത്രമാത്രം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് തീരുമാനിക്കുന്നത് എന്താണ്? അതിൻ്റെ സൈസ്, അതിൻ്റെ അക്യുമുലേറ്ററിൻ്റെ സ്പ്രിങ്ങിൻ്റെ സൈസും അതിൻ്റെ പ്രീ ലോഡിംഗ് ഓഫ് ദി സ്പ്രിങ് എത്രമാത്രം കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. The spring-loaded accumulator is typically delivers a relatively small volume of oil at low pressure. അത് ലോ വോളിയമും അതേപോലെ തന്നെ ലോ പ്രഷറും റിലേറ്റീവ്ലി ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട അക്യുമുലേറ്റർ ആണ് ഗ്യാസ് ലോഡഡ് അക്യുമുലേറ്റർ. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി മോർ പ്രാക്ടിക്കൽ ദാൻ പ്രീവിയസ് ടൈപ്പ്. ഇതാണ് സാധാരണഗതിയിൽ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ലോഡഡ് അക്യുമുലേറ്റർ വർക്ക്സ് അണ്ടർ പ്രിൻസിപ്പൽ ബോയിൽസ് ലോ ഓഫ് ഗ്യാസ്, which states that for a constant temperature the pressure varies inversely proportional to volume. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ദ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം കുറയും, വോളിയം കൂടുന്ന സമയത്ത് പ്രഷർ കുറയും. If the gas volume is reduced half, the pressure will be double. അതായത് വോളിയം കുറയുക, അപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രഷർ വിൽ ബി ഡബിൾ. ഗ്യാസിന്റെ വോളിയം പകുതിയാവുന്ന സമയത്ത് ഗ്യാസിന്റെ പ്രഷർ ഡബിൾ ആകുന്നു, ഇരട്ടിയാകുന്നു. ദ നൈട്രജൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ അക്യുമുലേറ്റർ because it contaminated no moisture. മോയ്സ്ചർ കണ്ടാമിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് നൈട്രജൻ ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഗ്യാസ് ലോഡഡ് അക്യുമുലേറ്റർ ഫാൾ ഇൻ ടു മെയിൻ കാറ്റഗറീസ്: നോൺ സെപ്പറേറ്റർ ടൈപ്പ് ആൻഡ് സെപ്പറേറ്റർ ടൈപ്പ്. അപ്പൊ എന്താണെന്ന് നോക്കാം, സെപ്പറേറ്ററും നോൺ സെപ്പറേറ്ററും. അപ്പൊ നോൺ സെപ്പറേറ്റർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്യാസും ഫ്ലൂയിഡും തമ്മിൽ യാതൊരുവിധ സെപ്പറേഷനും ഇല്ല. ഇപ്പൊ ഇതൊരു നോൺ സെപ്പറേറ്റർ ടൈപ്പ് അക്യുമുലേറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫ്ലൂയിഡ് ലൈനാണ്. ഫ്ലൂയിഡ് ഇങ്ങോട്ട് കയറി കിടക്കുന്നു. ഈ ഫ്ലൂയിഡിന്റെ നേരെ മുകളിൽ ആരാണ്? ഗ്യാസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഫ്ലൂയിഡ് പ്രഷർ ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്യാസ്, ഈ വാൽവ് ഓപ്പൺ ചെയ്യുകയും ഗ്യാസ് ഇതിലൂടെ വരികയും ഗ്യാസ് ഈ ഫ്ലൂയിഡിന്റെ മുകളിൽ ആക്ട് ചെയ്യും, ഈ ഫ്ലൂയിഡ് നമ്മുടെ ലൈനിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അല്ലാത്ത സമയങ്ങളിൽ ഈ ഫ്ലൂയിഡ് ഈ ഒരു ഗ്യാസിന്റെ താഴെയായിട്ട് ഒരു എനർജി സ്റ്റോർ ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. The non-separator type consists of a fully enclosed shell containing an oil port, the bottom and gas port at the top. അപ്പൊ എന്താണ്? അതിന്റെ താഴെയാണ് ഫ്ലൂയിഡ് പോർട്ട് ഉള്ളത്, മുകളിൽ ഗ്യാസ് പോർട്ടാണ് ഉള്ളത്. There is no physical separator between oil ആൻഡ് ഗ്യാസ്. ഞാൻ നേരത്തെ പറഞ്ഞു നോൺ സെപ്പറേറ്റർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ഇല്ല. ഓയിലും ഗ്യാസും ഡയറക്റ്റ് ആയിട്ട് അലിഞ്ഞു കിടക്കുകയാണ്. ആൻഡ് ഗ്യാസ് പുഷസ് ഡയറക്ട്ലി ടു ദ ഓയിൽ. എന്താ ചെയ്യുന്നത്? ഗ്യാസ് ഡയറക്റ്റ് ആയിട്ട് ഓയിലിനെ പുഷ് ചെയ്യുകയാണ്. When the oil enters to the accumulator, it compressed the gas. During the discharge, gas pushes the oil into the system. ഓയിൽ കയറുന്ന സമയത്ത്, അക്യുമുലേറ്ററിലേക്ക് കയറുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഗ്യാസിനെ കംപ്രസ് ചെയ്യും. ഡിസ്ചാർജ് നേരെ തിരിച്ചോ, ഫ്ലൂയിഡ് ഇറങ്ങി പോകുമ്പോഴോ ഗ്യാസ് എക്സ്പാൻഡ് ആവുകയും ഗ്യാസ് ഫ്ലൂയിഡിനെ പുഷ് ചെയ്യുകയും ചെയ്യുന്നു. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സിസ്റ്റം ഈസ് ടു എബിലിറ്റി ടു ഹാൻഡിൽ ലാർജ് വോളിയം ഓഫ് ഫ്ലൂയിഡ്. മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോളിയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി എന്താണ് സെപ്പറേറ്റർ ടൈപ്പ്? ഇൻ ദിസ് ടൈപ്പ് ദർ ഈസ് എ ഫിസിക്കൽ ബാരിയർ ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് ഓയിൽ. ഈ ടൈപ്പിൽ എന്താണ്? ദർ ഈസ് എ ഫിസിക്കൽ ബാരിയർ. ഒരു ഫിസിക്കൽ ബാരിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ട്. ആര് തമ്മിൽ?
ഗ്യാസും ഓയിലും തമ്മിൽ. ദ മേജർ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സെപ്പറേറ്റർ ടൈപ്പ് ഈസ് പിസ്റ്റൺ ടൈപ്പ്, ഡയഫ്രം ടൈപ്പ്, ബ്ലാഡർ ടൈപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 3 സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. പിസ്റ്റൺ ടൈപ്പ്, ഡയഫ്രം ടൈപ്പ്, ബ്ലാഡർ ടൈപ്പ്. അപ്പോൾ ഗ്യാസും നമ്മുടെ ഓയിലും തമ്മിൽ പിസ്റ്റൺ ആണ് ഇവിടെ ഇടയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിസ്റ്റൺ ടൈപ്പ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഗ്യാസും ഓയിലും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈനിൽ ഓയിൽ ഇങ്ങോട്ട് കയറി നിൽക്കുന്നു, ഓയിൽ ഇങ്ങോട്ട് കയറി നിൽക്കുന്നു. ഇവിടെ നമ്മുടെ വാൽവ് നമ്മൾ ഈ ഗ്യാസിനെ തുറന്ന സമയത്ത് ഗ്യാസ് എന്ത് ചെയ്യുന്നു, പിസ്റ്റന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കുകയും പിസ്റ്റൺ താഴേക്ക് വരികയും ഓയില് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് പിസ്റ്റൺ ടൈപ്പ് അക്യുമുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ആകെയുള്ള വ്യത്യാസം നടുക്ക് ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ ഉണ്ട് എന്നുള്ളതാണ് ഇതിലുള്ള ആകെ വ്യത്യാസം. ഇനി ഡയഫ്രം ടൈപ്പ് ആണെങ്കിലോ, ഡയഫ്രം ടൈപ്പില് ഒരു ഫിസിക്കൽ സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ഒരു ഷീറ്റ്, ആ ഷീറ്റിലാണ് ഇപ്പൊ നമ്മളെ ബ്ലാഡർ ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഡയഫ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീക്കറിന്റെ ഉള്ളിലൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് സാധനം. അപ്പൊ അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയഫ്രത്തിന്റെ പുറത്താണ് ഫ്ലൂയിഡ് ഉള്ളത്, ഇവിടെയാണ് ഫ്ലൂയിഡ് ഉള്ളത്. ഇതിലാണ് ഡയഫ്രത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്യാസിനെ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഫ്രം ചുരുങ്ങുന്ന സമയത്ത്, കംപ്രസ് ആവുന്ന സമയത്ത് ഇതിലേക്ക് ഫ്ലൂയിഡ് കയറുകയും, എന്നാൽ ഡയഫ്രം എക്സ്പാൻഡ് ആവുക, അതായത് ഗ്യാസ് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഏരിയ കുറയുകയും ഫ്ലൂയിഡ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഡയഫ്രം അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇനി ബ്ലാഡർ ടൈപ്പ് അക്യുമുലേറ്റർ, നമ്മുടെയൊക്കെ ബോളിലൊക്കെ ഉള്ളിലുള്ള ബ്ലാഡർ, ആ ബ്ലാഡർ ടൈപ്പ് അക്യുമുലേറ്ററിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ബ്ലാഡർ ആണ് ഇവിടെ സെപ്പറേറ്റർ ആയിട്ട് ഇരിക്കുന്നത്. ഇവിടെയാണ് ഫ്ലൂയിഡ് ഉള്ളത്, പുറത്ത് ഫ്ലൂയിഡ് ഉള്ളത്. ഈ ബ്ലാഡറിന്റെ ഉള്ളിലാണ് ഗ്യാസ്. നമ്മൾ ഈ ബ്ലാഡറിന്റെ ഉള്ളിലേക്ക് ഗ്യാസ് കയറുന്ന സമയത്ത് ബ്ലാഡർ എക്സ്പാൻഡ് ആവുകയും ഫ്ലൂയിഡിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. അതേസമയം ഫ്ലൂയിഡ് അകത്തേക്ക് കയറുന്ന സമയത്ത് ബ്ലാഡർ കംപ്രസ് ആവുകയും ഫ്ലൂയിഡ് ഇവിടെ നിറയുകയും ചെയ്യുന്നു. ഇതാണ് ബ്ലാഡർ ടൈപ്പ് അക്യുമുലേറ്റർ. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണഗതിയിൽ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ ഡയഫ്രം ടൈപ്പ് അക്യുമുലേറ്ററിനെ പറ്റിയിട്ടും ബ്ലാഡർ ടൈപ്പ് അക്യുമുലേറ്ററിനെ പറ്റിയിട്ടും ഇന്റൻസിഫയറിനെ പറ്റിയിട്ടും ഒക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇത് പൂർണ്ണമായിട്ടും 1-2 പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ കണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം എല്ലാവർക്കും നന്ദി.